ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുമുള്ള 100 ചോദ്യങ്ങളാണ്. 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ്. ഇത് PSC ബുള്ളറ്റിനിൽ പ്രത്യേകം തന്നിരിക്കുന്ന പരിശീലന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ ചെയ്യുക. ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങളും ആൻസേഴ്സ് മാർക്ക് ചെയ്തു പോവുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കോൺഗ്രസ് സ്ഥാപകനായ അലൻ ഒക്ടേവിയൻ ഹ്യൂമിൻ്റെ സ്വദേശം. കോൺഗ്രസ് സ്ഥാപകനായ അലൻ ഒക്ടേവിയൻ ഹ്യൂമിൻ്റെ സ്വദേശം. ഉത്തരം വരുന്നത് സ്കോട്ട്ലാൻഡ്. ഉത്തരം സ്കോട്ട്ലാൻഡ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഘടന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഘടന. ഏതാണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യൻ നാഷണൽ യൂണിയൻ. അടുത്ത ചോദ്യം, ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 72 ആണ്. 72. അടുത്ത ചോദ്യം, 1885 കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷനായ WC ബാനർജി ഏത് പ്രവിശ്യക്കാരനായിരുന്നു? 1885 കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷനായിരുന്ന WC ബാനർജി. WC ബാനർജി ഏത് പ്രവിശ്യക്കാരനായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. ബോംബെ. ഓപ്ഷൻ എ ബോംബെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ AO ഹ്യൂം വഹിച്ചിരുന്ന പദവി. AO ഹ്യൂം ഏത് പദവിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വഹിച്ചിരുന്നത്? സെക്രട്ടറി ആണ്. സെക്രട്ടറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നു AO ഹ്യൂം. അടുത്തത്, കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ദാദാബായ് നവറോജി. ഓപ്ഷൻ സി ദാദാബായ് നവറോജി. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. ജി സുബ്രഹ്മണ്യ അയ്യർ. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. അടുത്ത ചോദ്യം, കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദിയെ നിശ്ചയിച്ചിരുന്ന ഏത് നഗരത്തിൽ പ്ലേഗ് ബാധ ഉണ്ടായതിനാലാണ് വേദി ബോംബെയിലേക്ക് മാറ്റിയത്? വേദി മാറ്റുന്നതിനുണ്ടായ കാരണം പ്ലേഗ് ബാധയാണ്. അപ്പൊ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദിയായിട്ട് നിശ്ചയിച്ചിരുന്നത് എവിടെയാണ്? പുനെയിലാണ്. പുനെ. ഓപ്ഷൻ എ ആണ് പുനെ. അടുത്ത ചോദ്യം, എത്ര ഔദ്യോഗിക പ്രതിനിധികളാണ് കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസിന്റെ 2ാം സമ്മേളനത്തിൽ പങ്കെടുത്തത്? കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസിന്റെ 2ാം സമ്മേളനത്തിൽ പങ്കെടുത്തത് എത്ര ഔദ്യോഗിക പ്രതിനിധികളാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 434 ആണ്. ഓപ്ഷൻ ബി 434. അടുത്ത ചോദ്യം, കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം. കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1947 1947. അടുത്ത ചോദ്യം,
കോൺഗ്രസ് സമ്മേളന വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം. കോൺഗ്രസ് സമ്മേളന വേദിയായ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ മദ്രാസ് ആണ്. മദ്രാസ്. ഓപ്ഷൻ എ മദ്രാസ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ആരാണ്? ജോർജ് യൂൾ ആണ്. ജോർജ് യൂൾ ആണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി. ജോർജ് യൂൾ. ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ലണ്ടനിൽ പ്രവർത്തനം ആരംഭിച്ചത്? ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ലണ്ടനിൽ പ്രവർത്തനം ആരംഭിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1889. 1889. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആയിരുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. വില്യം വെഡർബേൺ ആണ്. വില്യം വെഡർബേൺ. അടുത്ത ചോദ്യം. കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത. കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ വനിത ആരാണ്? കാദംബിനി ഗാംഗുലിയാണ്. കാദംബനി ഗാംഗുലി. കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ വനിതയാണ് കാദംബനി ഗാംഗുലി. അടുത്ത ചോദ്യം. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ തെക്കേ ഇന്ത്യക്കാരൻ. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ തെക്കേ ഇന്ത്യക്കാരൻ പി ആനന്ദ ചാർലോ ആണ്. പി ആനന്ദ ചാർലോ. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ തെക്കേ ഇന്ത്യക്കാരൻ പി ആനന്ദ ചാർലോ. ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി പാടിയത്? ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത്? 1896 ആണ്. 1896. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച പ്രസിദ്ധീകരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഇന്ത്യ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളിയായ സർ സി ശങ്കരൻ നായർ ഏത് വർഷമാണ് ആ പദവിയിൽ എത്തിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളി ആരാണ്? സർ സി ശങ്കരൻ നായരാണ്. ഏത് വർഷമാണ് ആ പദവിയിൽ എത്തിയത്? 1897. 1897. ഏത് വർഷമാണ് കോൺഗ്രസ് ആദ്യമായി പാർട്ടി ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്? ഏത് വർഷമാണ് കോൺഗ്രസ് ആദ്യമായിട്ട് പാർട്ടി ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്? 1899. 1899. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർന്നത് ഏത് സമ്മേളനത്തിലാണ്? ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? അധ്യക്ഷനായിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം. ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത്? ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് പിളർന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1907. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് പിളർന്നത്. മിതവാദികളെന്നും തീവ്ര ദേശീയവാദികളെന്നും കോൺഗ്രസ് രണ്ടായി പിളർന്ന
സൂറത്ത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സൂറത്ത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. എങ്ങനെ? മിതവാദികളെന്നും തീവ്ര ദേശീയവാദികളെന്നും കോൺഗ്രസ് രണ്ടായി പിളർന്നത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? സൂറത്ത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്. സൂറത്ത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ്. റാഷ് ബിഹാരി ഘോഷ്. സൂറത്ത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് റാഷ് ബിഹാരി ഘോഷ്. കോൺഗ്രസിലെ വിരുദ്ധ ചേരികളായിരുന്ന മിതവാദികളും തീവ്ര ദേശീയവാദികളും യോജിപ്പിലെത്തിയത് ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ്? കോൺഗ്രസിലെ വിരുദ്ധ ചേരികളായിരുന്ന മിതവാദികളും തീവ്ര ദേശീയവാദികളും യോജിപ്പിലെത്തിയത് ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1916. 1916. മിതവാദികളും തീവ്ര ദേശീയവാദികളും യോജിപ്പിലെത്തിയ ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അപ്പൊ മിതവാദികളും തീവ്ര ദേശീയവാദികളും യോജിപ്പിലെത്തിയത് ഏത് സമ്മേളനത്തിലാണ്? ലക്നൗ സമ്മേളനത്തിലാണ്. ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? MC മജുംദാർ ആണ്. ഓപ്ഷൻ സി MC മജുംദാർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് തീവ്ര ദേശീയവാദത്തിന്റെ വക്താവ് അല്ലാത്ത നേതാവ്? അല്ലാത്ത നേതാവ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ. തീവ്ര ദേശീയവാദത്തിന്റെ വക്താവ് അല്ലാതിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗോപാലകൃഷ്ണ ഗോഖലെ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് പാടിയത്? ജനഗണമന ആദ്യമായിട്ട് പാടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1911. 1911. 1920 സെപ്റ്റംബറിൽ നിസ്സഹരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം ചേർന്നത് എവിടെ വെച്ചാണ്? 1920 സെപ്റ്റംബറിൽ എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ്? നിസ്സഹരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം ചേർന്നത് എവിടെ വച്ചാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൊൽക്കത്തയിൽ വെച്ചാണ്. ഓപ്ഷൻ ബി, കൊൽക്കത്ത. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സമ്മേളനങ്ങൾ ആദ്യമായി ഒരുമിച്ച് നടത്തിയത് ഏത് വർഷമാണ്? ആരുടെയൊക്കെയാണ്? കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സമ്മേളനങ്ങൾ. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സമ്മേളനങ്ങൾ ആദ്യമായി ഒരുമിച്ച് നടത്തിയത് ഏത് വർഷമാണ്? 1916. 1916. കോൺഗ്രസ് പ്രസിഡന്റ് വർഷം മുഴുവനും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന കീഴ്വഴക്കം ആരംഭിച്ചത് ആര് അധ്യക്ഷ പദവിയിലെത്തിയത് മുതലാണ്? കോൺഗ്രസ് പ്രസിഡന്റ് വർഷം മുഴുവനും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന കീഴ്വഴക്കം ആരംഭിച്ചത് ആര് അധ്യക്ഷ പദവിയിലെത്തിയത് മുതലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആനി ബസന്റ്. ഓപ്ഷൻ ബി, ആനി ബസന്റ്. ഡൽഹിയിൽ വെച്ച് ആദ്യമായി കോൺഗ്രസ് സമ്മേളിച്ചത് ഏത് വർഷമാണ്? ഡൽഹിയിൽ വെച്ച് ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളിച്ച വർഷം? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1918. 1918. നിസ്സഹരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് 1920 വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? നിസ്സഹരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് 1920 വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ലാലാ ലജ്പത് റായ് ആണ്. ഓപ്ഷൻ ഡി, ലാലാ ലജ്പത് റായ്. 1924 കോൺഗ്രസിന്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്?
മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത് എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ്? 39ാമത്തേതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 39. അടുത്ത ചോദ്യം, 1929 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? 1929 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ലാഹോറിലാണ്. ലാഹോർ. 1929 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചിട്ടാണ്. അടുത്ത ചോദ്യം, ഏതു വർഷം നടന്ന സമ്മേളനത്തിലാണ് ഹിന്ദിയെ AICCയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് സ്വീകരിച്ചത്? ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായിട്ട് സ്വീകരിച്ചത് ഏത് വർഷമാണ്? 1925. 1925. ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏക കോൺഗ്രസ് വാർഷിക സമ്മേളനം. ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏക കോൺഗ്രസ് വാർഷിക സമ്മേളനം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഫേസിപൂർ ആണ്. ഫേസിപൂർ. ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏക കോൺഗ്രസ് വാർഷിക സമ്മേളനമാണ് ഫേസിപൂർ. അടുത്ത ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഏത് വർഷമാണ്? സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1938. 1938. 1939 സുഭാഷ് ചന്ദ്രബോസിനെതിരെ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പട്ടാഭി സീതാരാമയ്യ. 1939 സുഭാഷ് ചന്ദ്രബോസിനെതിരെ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ചത് പട്ടാഭി സീതാരാമയ്യ. എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ്? ബോംബെയിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബോംബെ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷ പദത്തിൽ ആരായിരുന്നു? ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷ പദത്തിൽ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആചാര്യ കൃപാലാനി ആയിരുന്നു. ആചാര്യ കൃപാലാനി. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത്? കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് പട്ടാഭി സീതാരാമയ്യ. ഓപ്ഷൻ ബി, പട്ടാഭി സീതാരാമയ്യ. സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതായിരുന്നു? സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നം നുകമേന്തിയ കാളകൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം, നുകമേന്തിയ കാളകൾ. സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരുന്നു നുകമേന്തിയ കാളകൾ. അടുത്ത ചോദ്യം, 1955 എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്? സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആവതിയാണ്. ആവതി. ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്? ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1959. 1959.
1959. ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്? 1959. കിങ് മേക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ്. കിങ് മേക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ്. കെ കാമരാജ് ആണ്. കെ കാമരാജ്. കിങ് മേക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് ആണ് കെ കാമരാജ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ആദ്യമായിട്ട് പിളർന്ന വർഷം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ആദ്യമായിട്ട് പിളർന്ന വർഷം. 1969 ആണ്. 1969. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി കൈപ്പത്തി നിർദ്ദേശിച്ചത് ആരായിരുന്നു? കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് കൈപ്പത്തി നിർദ്ദേശിച്ചത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. ഓപ്ഷൻ സി, ഇന്ദിരാഗാന്ധിയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് കൈപ്പത്തി നിർദ്ദേശിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് ഏതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് ഏത് വർഷമാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ഏതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് ഏത് വർഷമാണ്? 1977. 1977. ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഏതര പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഏതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഏതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ പദത്തിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യ നേതാവ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യ നേതാവ് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. അപ്പം ഇവിടെ വെച്ച് ഈ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഒരു 50 ചോദ്യങ്ങളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.